നമസ്കാരം. തമിഴക രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത കുതിപ്പുമായി വിജയുടെ തമിഴക വെട്രിക്കഴകം മുന്നേറുന്നതിനിടെ ഉറ്റ സുഹൃത്തും നടിയുമായ തൃഷ കൃഷ്ണൻ താരത്തെ നേരിൽ കാണാൻ ഓടിയെത്തിയത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയാണ്. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ 100-ലധികം സീറ്റുകളിൽ ടിവിക്ക് വ്യക്തമായ ലീഡ് നിലനിർത്തുന്ന പശ്ചാത്തലത്തിലാണ് താരത്തിന്റെ വിജയം ആഘോഷിക്കാനും അഭിനന്ദനങ്ങൾ അറിയിക്കാനുമായി തൃഷ വിജയുടെ നീലാങ്കരയിലുള്ള വസതിയിലെത്തിയത്. തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന രീതിയിലുള്ള ലീഡുമായാണ് വിജയുടെ പാർട്ടി മുന്നേറുന്നത്. വിജയ് മത്സരിച്ച പെരമ്പൂർ, തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് എന്നീ 2 മണ്ഡലങ്ങളിലും അദ്ദേഹം വ്യക്തമായ ആധിപത്യം പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ചും പെരമ്പൂരിൽ 13,000-ലധികം വോട്ടുകളുടെ ലീഡുമായി താരം തന്റെ രാഷ്ട്രീയ വരവ് സമാനതകളില്ലാത്ത വിജയമായി മാറ്റിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിനൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത കൂടി ഇന്നത്തെ ദിവസത്തിനുമുണ്ട്. തൃശയുടെ ജന്മദിനം കൂടിയാണെന്ന്. തന്റെ ജന്മദിനത്തിൽ പുലർച്ചെ തന്നെ തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി മടങ്ങിയെത്തിയ ശേഷമാണ് തൃശ വിജയത്തിന് തൊട്ടരികിൽ നിൽക്കുന്ന വിജയെ കാണാനെത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലും വോട്ടെടുപ്പ് ദിവസങ്ങളിലും വിജയ്ക്കൊപ്പം തന്നെ ചർച്ചകൾ നിറഞ്ഞു നിന്ന പേരായിരുന്നു തൃശയുടേത്. നേരിട്ട് രാഷ്ട്രീയത്തിലില്ലെങ്കിലും വിജയമേള നടിയുടെ ആത്മബന്ധം രാഷ്ട്രീയ എതിരാളികൾ വലിയ രീതിയിൽ ആയുധമാക്കിയിരുന്നു. വിജയുടെ ഭാര്യ സംഗീത നൽകിയ വിവാഹമോചന ഹർജിയിൽ പരാമർശിച്ചിരുന്ന വിവാഹേതര ബന്ധം തൃശയെ ഉദ്ദേശിച്ചാണെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വേദികളിലും സജീവമായിരുന്നു. ഈ സാഹചര്യത്തിൽ സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും താരം നേരിടേണ്ടി വന്നു. അതിനൊക്കെ ഇടയിൽ ഇരുവരും ഒരുമിച്ച് വിവാഹത്തിന് പങ്കെടുത്തതുമൊക്കെ വലിയ രീതിയിൽ വാർത്തകളായിരുന്നു. എന്നാൽ ഇത്തരം വിവാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് തന്റെ ഉറ്റ സുഹൃത്തിനെ വിജയ് ചേർത്ത് പിടിച്ചിരുന്നു. എന്തായാലും രാഷ്ട്രീയ വിജയത്തിൽ പങ്കുചേരാൻ തൃഷ നീലാങ്കരയിലുള്ള വീട്ടിലെത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ദിവസവും തൃഷ തന്റെ നിലപാട് വ്യക്തമാക്കുന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നത്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വിജയുടെ കരിയറിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിലൊന്നായ ഗില്ലി എന്ന ചിത്രത്തിലെ ഗാനത്തിനൊപ്പം തന്റെ ചിത്രം പങ്കുവച്ച് താരം ആരാധകർക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിച്ചിരുന്നു. വിവാദങ്ങൾ പുകയുമ്പോഴും ഇരുവരും അടുത്തിലൊരു വിവാഹ ചടങ്ങിൽ ഒന്നിച്ചെത്തിയതും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. തമിഴകത്തെ സ്റ്റാർ ജോഡികളായി സിനിമയിൽ തിളങ്ങിയ ഇരുവരും യഥാർത്ഥ ജീവിതത്തിലും അടിയുറച്ച സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നു എന്നതിന്റെ തെളിവായിട്ടാണ് ഈ സന്ദർശനത്തെ ആരാധകർ വിലയിരുത്തുന്നത്. രാഷ്ട്രീയ എതിരാളികളുടെ വ്യക്തിഹത്യകളുടെയും ആരോപണങ്ങളെയും ഒക്കെ വകവയ്ക്കാതെ തമിഴ് രാഷ്ട്രീയത്തിലെ പുതിയ നായകനായി ഉദിച്ചുയർന്ന വിജയെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കാൻ തൃഷ ഓടിയെത്തിയത് തമിഴ് സിനിമ രാഷ്ട്രീയ ലോകത്ത് ഒരുപോലെ ചർച്ചയാവുകയാണ്. വിജയഗാഥ തുടരുന്ന TVK ആസ്ഥാനത്തും നീലാങ്കരയിലെ വിജയുടെ വീടിന് മുന്നിലും ആഹ്ലാദ പ്രകടനം നടത്തുന്ന പ്രവർത്തകർക്കിടയിലൂടെയാണ് തൃഷ എത്തിയതെന്നതും ഈ സന്ദർശനത്തിന് രാഷ്ട്രീയ പ്രാധാന്യം കൂടി നൽകുന്നുണ്ട്. ജന്മദിനത്തിലെ ഈ സന്ദർശനം തന്റെ പ്രിയ സുഹൃത്തിനുള്ള പിന്തുണയായാണെന്ന് പറയാതെ പറയുകയാണ് താരം. ഏതായാലും വരും മണിക്കൂറുകളിൽ വിജയുടെ ലീഡ് നില വർദ്ധിക്കുന്നതോടെ തമിഴക രാഷ്ട്രീയത്തിൽ പുതിയൊരു ചരിത്രം പിറക്കുമെന്ന പ്രതീക്ഷയിലാണ് അണികളും ആരാധകരും. തമിഴക രാഷ്ട്രീയത്തിൽ കേവലം 2 വർഷം മാത്രമാണ് TVK എന്ന പാർട്ടി രൂപീകരിച്ചിട്ട്. 2 വർഷത്തിനുള്ളിൽ ഇത്രയും അധികം വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് ഒരു പാർട്ടിയെ ഒരു ഒറ്റയാൾ പോരാട്ടം പോലെ വിജയ് കൊണ്ടുചെന്ന് നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വിജയ് CM ആകണമെന്നുള്ള തമിഴ്നാടിൻ്റെ ജൻസിയുടെ യുവനിരയുടെ പ്രതീക്ഷയാണ് ഇപ്പോൾ ഫലം കാണുന്നതെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ഒന്നെങ്കിൽ DMK അല്ലെങ്കിൽ ADMK എന്ന ദ്വന്ദ്ങ്ങൾ മാത്രമല്ലാതെ TVK എന്ന പുതുപ്പിറവി ഉണ്ടായിരിക്കുന്നു. വിജയുടെ നേതൃത്വത്തിൽ ചരിത്രം വഴിമാറുകയാണ്.